മാമല തിരുവാങ്കുളം ദേശനിവാസികളെ, സർവശക്തനായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു സദ്വാർത്ഥിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങളോട് കടന്നു വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞിട്ട സമയത്തിൽ 15-20 മിനിറ്റ് സമയം ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു പാട്ടുപാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൊടുക്കുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൊട്ടും ഭരണങ്ങൾ കൊടുക്കുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിനു ഭരണം തുറന്നുന്നേ. പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൊട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന അക്ഷരവസ്ത്രത്തിന്റെ വിദ്യയിലൊന്നാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന അക്ഷരവസ്ത്രത്തിന്റെ വിദ്യയിലൊന്നാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൊട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ വാദിച്ചിടാം താന്നുകം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ താഴ്ചുവടിലെ ജയിച്ചിടാം ദൈവത്തിൽ പുത്രരായി ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ വാദിച്ചിടാം താന്നുകം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ താഴ്ചുവടിലെ ജയിച്ചിട വിളങ്ങിടാം ദൈവത്തിൽ പുത്രരായി. നാമൊട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ.
എന്നാഥനേശുവോട് നിത്യമാം രാജാവാൻ രാജാതിരാജൻ കീഴേ ഒരുങ്ങുക. പരമായി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവായി രാജാതിരാജൻ കീഴേ ഒരുങ്ങുക. പരമായി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഭരിക്കുന്ന ജനമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയോട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ ഒരു പ്രഭാതം സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായി. നമ്മൾ ഓരോരുത്തരെയും ദൈവം താങ്ങി എഴുന്നേൽപ്പിച്ചു. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ സൂര്യനെയും സകലത്തെയും മനോഹരമായി നയിക്കപ്പെടുവാൻ തക്കവണ്ണം തന്റെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയ സൃഷ്ടാവായ ദൈവത്തിന് ഒരു സന്ദേശം മാനവരാശിയോട് അറിയിക്കാനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടീം ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാമല എന്ന് പറയുന്ന ഈ സ്ഥലത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ദൈവത്തിന് മാനവകുലത്തെ കുറിച്ചുള്ള തന്റെ പദ്ധതി എന്തെന്ന് അറിയിപ്പാനാണ് ഇപ്പോൾ ഈ സഹോദരങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. ഒരു 10-15 നിമിഷങ്ങൾ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊടുക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും ഇന്ന് ജീവിതത്തിന്റെ വഴിയിലാണ്. തിടുക്കപ്പെട്ട് ഓടുന്നത് എങ്ങോട്ടൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും തിടുക്കപ്പെട്ട് ഓടുന്നത് മരിക്കാനാണ്. മരണത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു കൂട്ടം ജനം. ആ ജനത്തോട് അവരെക്കുറിച്ച് സൃഷ്ടാവ് ആഗ്രഹിക്കുന്ന സന്ദേശം എന്തെന്ന് അറിയിച്ച് കടന്നു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജനിച്ച് മരിച്ച് കടന്നു പോകുന്ന ഒരു പക്ഷിക്ക് തുല്യമാണ് ഈ ദേശാടന പക്ഷി എന്ന് കേട്ടിട്ടില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അത് കടന്നു പോകുന്നു. ഇതേപോലെ ഒരിക്കലും പാട്ടുകാരൻ ഇങ്ങനെ പാടി, ജനിച്ച് മരിച്ച് കടന്നു പോകും മാനവ പക്ഷി, നിൽക്കു നിൻ കഥയൊന്ന് കേട്ടു നോക്കൂ മാനവ പക്ഷി. പപ്പ വിളിക്കുമ്പോൾ പറന്നു പോകാൻ തയ്യാറാണോ മാനവ പക്ഷി? നിൽക്കു നിൻ കഥയൊന്ന് കേട്ടു നോക്കൂ മാനവ പക്ഷി. ജനിച്ചു മരിച്ച് കടന്നു പോകും മാനവ പക്ഷി, നിൽക്കു നിൻ കഥയൊന്ന് കേട്ടു നോക്കൂ മാനവ പക്ഷി. ജനിച്ചു മരിച്ച് കടന്നു പോകും മാനവ പക്ഷി, നിൽക്കു നിൻ കഥയൊന്ന് കേട്ടു നോക്കൂ മാനവ പക്ഷി. പപ്പ വിളിക്കുമ്പോൾ പറന്നു പോകാൻ തയ്യാറാണോ മാനവ പക്ഷി? നിൽക്കു നിൻ കഥയൊന്ന് കേട്ടു നോക്കൂ മാനവ പക്ഷി. ഒരു ജന്മദിനവാദലിലൂടെ ആരും ചോദിക്കാതെ ഇവിടെ പിറന്നു വീണു. അധികം താമസിയാതെ ഒരു മരണദിനവാദലിലൂടെ ഇവിടുന്ന് പോകണം. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. അതിനിടയിൽ അവസാന നാളുകളിൽ മനുഷ്യന്റെ വർക്ക്ഷോപ്പ് എന്നറിയപ്പെടുന്ന ആശുപത്രി ഏതെങ്കിലും
വർക്ക്ഷോപ്പിൽ ഏതെങ്കിലും ആശുപത്രികളിൽ അഭയം തേടും. അവസാനം അവരും കൈയൊഴിയും. അങ്ങനെ ഇവിടുന്ന് മരണമൊഴിയാൽ മാറ്റപ്പെടും. ഇങ്ങനെയുള്ള മനുഷ്യനോട് നിന്നെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ച സ്കൂട്ടറിലും സൈക്കിളിലും നടന്നും കാറിലും മരിക്കാൻ ഓടുന്ന മനുഷ്യരോട് നിൽക്കൂ, നിന്റെ കഥയൊന്ന് കേൾക്കൂ. നിന്റെ സൃഷ്ടാവിന്, നിന്റെ ഉടമസ്ഥന് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത നിന്റെ സൃഷ്ടാവിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നീ ഒന്ന് കേൾക്കുക. അതിനുശേഷം നിനക്ക് തീരുമാനമെടുക്കാം. നിനക്ക് നിന്റെ സൃഷ്ടാവ് നിന്നെക്കുറിച്ച് വെച്ചിരിക്കുന്ന പദ്ധതിയിൽ ജീവിക്കണമോ, അതോ നീ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ തന്നെ ജീവിക്കണമോ? ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും തിരക്കാണ്. എന്തിനായിട്ടുള്ള തിരക്ക്? ഓടി 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 അവസാനം എല്ലാവരും മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. മരണത്തിനായുള്ള യാത്ര. എന്നാൽ ഈ വഴിയിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം വെച്ച മാർഗങ്ങൾ അവരറിയുന്നില്ല. ജനിച്ചു മരിച്ചും കടന്നുപോകും മാനവപക്ഷി. നിൽക്കുവിൻ, കഥയൊന്ന് കേട്ടുനോക്കൂ മാനവപക്ഷി. നിന്റെ അപ്പനായ ആ സ്വർഗസ്ഥ പിതാവ് പപ്പ വിളിക്കുമ്പോൾ പറന്നു പോകാൻ തയ്യാറാണോ മാനവപക്ഷി? പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ മരണത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്കിടയിൽ കർത്താവിന് നമ്മളെക്കുറിച്ച് പറയാനുള്ള സന്ദേശം വിശുദ്ധ ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ എങ്ങനെ പറയുന്നു? രാജത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ ഈ യുഗം അവസാനിക്കും. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയെ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിലുള്ളവരിലൂടെ ഏറ്റെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ദൈവം ദൈവപുത്രന്മാരിലൂടെ ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. അത് ദൈവത്തിന്റെ ഗവൺമെന്റാണ് ഭൂമിയിൽ. അപ്പോൾ എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള, നമ്മളെക്കുറിച്ചുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഭാവിയാണ് സുവിശേഷം. അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് ദൈവം തന്റെ കുടുംബത്തെ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഒരുക്കിയെടുക്കുകയാണ്. ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, സൃഷ്ടാവ് നമ്മളെക്കുറിച്ചൊരു ഭാവി ഒരുക്കിയിട്ടുണ്ട്. അത് സൃഷ്ടാവിന്റെ കുടുംബത്തിൽ, അതെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ മരണമില്ലാത്ത സൃഷ്ടാവിന്റെ കുടുംബത്തിലേക്ക് ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലും ഒക്കെ പെട്ടുപോയ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല, നാളെ ഞങ്ങളിത് കേട്ടില്ല എന്ന് പറയുവാനായിട്ട് ആരും ഇടയാകരുത്. ഈ സന്ദേശം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി മരണമില്ലാത്ത സൃഷ്ടാവിന്റെ കുടുംബത്തിൽ മരണമില്ലാത്ത സൃഷ്ടാവിന്റെ മക്കളായി തീരുവാൻ യേശു ക്രിസ്തുവിലൂടെ സൃഷ്ടാവായ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇന്ന് യേശു ക്രിസ്തു
തന്റെ ശുശ്രൂഷയെല്ലാം ഭൂമിയിലെ ആദ്യത്തെ ഫേസ് കഴിഞ്ഞ് തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ ആ ശുശ്രൂഷ തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചതാണ്. ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവേൻ, ദൈവവുമായി ഒരു കുടുംബമായി തീരുവേൻ എന്ന്. ക്രിസ്തുവിന് പകരക്കാരായി നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ഉടമസ്ഥൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് തന്റെ ഭവനത്തിലേക്ക്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, വിളിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, അതുകൊണ്ട് നിങ്ങൾ തെരുവിൽ പോയി കാണുന്നവരെല്ലാം വിളിച്ചുകൊണ്ട് ആ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക. ഇതാ അങ്ങനെ നിങ്ങളെ വിളിക്കാൻ തെരുവിലേക്ക് വന്നതാണ്. തെരുവിൽ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ സൃഷ്ടാവ് തന്റെ പുത്രനായ ക്രിസ്തു മൂലം ഇതാ ക്രിസ്തുവിലുള്ള ഞങ്ങൾ മുഖാന്തരം നിങ്ങളെ വിളിക്കുകയാണ് തന്റെ ഭവനത്തിലേക്ക്. തന്റെ മക്കളായി, ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ട അവകാശികളായി നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഇതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം, രാജത്വത്തിന്റെ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ഇത് സൃഷ്ടാവിന്റെ ഫാമിലി ആകയാൽ തുടർന്ന് ഈ ഭൂമിയുടെ ഭരണം ജയം പ്രാപിക്കുന്ന ദൈവമക്കളുടെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിക്കും. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടനെ ഭയപ്പെടേണ്ട, രാജത്വം, കിങ്ഡം, ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഈ മാമലയിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ചിന്തിക്കുകയാണ്, അല്ല ഈ ഓൺലൈനിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ചിന്തിക്കുകയാണ്, ഈ സന്ദേശം ഞാൻ ഏറ്റെടുക്കുന്നത് എനിക്ക് സൃഷ്ടാവിന്റെ ഭവനത്തിൽ സൃഷ്ടാവിന്റെ മകനായി തീരാൻ താല്പര്യമുണ്ട്. എന്താണ് അതിന്റെ വഴി? പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ അതിനൊരു വഴിയുമില്ല. മനുഷ്യരിടയിൽ മനുഷ്യരാൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു വഴിയും അതിനില്ല. മനുഷ്യരുണ്ടാക്കുന്ന വഴിയെല്ലാം ഭൂമിയിലുള്ള വഴിയാണ്. ഇതാ ഈ കാണുന്ന വഴി പുത്തൻകുരിശിൽ നിന്ന് തിരുവാങ്കുളത്തേക്ക് പോകുന്ന വഴിയാണ്. മനുഷ്യനുണ്ടാക്കുന്ന ഓരോ വഴിയും ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക്, ഭൂമിയിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ്. എന്നാൽ ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന്, ലോകത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാനുള്ളൊരു വഴി മനുഷ്യർക്ക് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തന്നെ ഒരു ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ, തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ, തന്റെ മരണത്തിലൂടെ ലോകത്ത് നിന്ന് ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്കൊരു വഴി. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സ്വർഗീയ പിതാവ് നൽകിയ ഏക നാമം തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഈ ലോകമാകുന്ന ജയിലിൽ, പിശാചെന്ന ജയിലറുടെ കീഴിൽ നിന്ന് പാപം നിമിത്തം മരണത്തിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുന്ന ഈ കണിയിൽ നിന്ന് സൗജന്യമായി രക്ഷപ്പെടുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ദൈവം ഒരുക്കിയ ഈ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ
ഇപ്പോൾ ആലോചന അറിയിക്കുകയാണ്. ഈ ലോകത്തിൽ മരണത്തിനായി കുടുക്കപ്പെട്ട് കിടക്കുന്ന നമ്മൾ ചോദിക്കും, അതെന്താണ് കാരണം? ചുറ്റും നോക്കിയേ, നമ്മുടെ മാതാപിതാക്കന്മാരെല്ലാം മരിച്ചു പോവല്ലേ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാപം നിമിത്തമാണ് സംഭവിക്കുന്നത്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏക മനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏത് ലോകം? മനുഷ്യലോകത്തിൽ. ഈ മരണത്തിൽ നിന്ന് ഈ പാപത്തെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമം. ആ നാമം വിളിച്ചപേക്ഷിച്ച് നാം മരിക്കേണ്ട സ്ഥാനത്ത് ദൈവപുത്രനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ആ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചത് ഏറ്റുപറഞ്ഞുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ ആ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചനുസരിപ്പാൻ പ്രിയമകനെ പ്രിയമകളെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിനക്ക് സ്വർഗീയ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ മകനായി ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി ദൈവത്തിന്റെ അവകാശിയായി കടന്നു വരാമെന്ന് നിന്നെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു PR പെർമനന്റ് റെസിഡൻസ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ സ്വർഗീയ ഭവനത്തിൽ ഒരു HR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് നമുക്ക് ലഭിക്കാനിടയാകുമെന്ന് ഈ മാമലയിലുള്ള ജനത്തെ ഓർപ്പിക്കുകയാണ്. എല്ലാ കച്ചവടക്കാരെയും എല്ലാ വഴിയാത്രക്കാരെയും ഈ ശബ്ദ കാഴ്ചമറുതയിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും ജനിച്ച് മരിച്ച് കടന്നു പോകുന്ന മാനവരാണ്. പാട്ടുകാരന്റെ ഭാഷയിൽ മാനവ പക്ഷികളാണ്. ഈ യാത്രയ്ക്കിടയിൽ സൃഷ്ടാവ് ഒരുക്കുന്ന ഭാവിയിലേക്ക് പ്രവേശിക്കാൻ സൃഷ്ടാവ് തന്നെ ഒരുക്കിയ വഴിയാണ് സൃഷ്ടാവിന്റെ പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ ക്രിസ്തു മരിച്ചതിന്റെ പാപത്തിന് വേണ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്നുള്ള കാലയളവിൽ ആ ക്രിസ്തുവെ അനുഗമിച്ചനുസരിച്ച് ജീവിപ്പാൻ പ്രിയമകനെ നീ തയ്യാറാകുന്നതെങ്കിൽ നിത്യമായി സൃഷ്ടാവിന്റെ ഭവനത്തിലെ HR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് അംഗത്വം നിനക്ക് ദൈവത്തിന്റെ മകനായി ക്രിസ്തുവിന്റെ സഹോദരനായി കൂട്ടവകാശിയായി പ്രാപിക്കാമെന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതാ വിളിക്കപ്പെട്ടവർ യോഗ്യരാകാത്തത് കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി ഇതാ കാണുന്നവരെയെല്ലാം ഈ ശുശ്രൂഷ അറിയിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകളുടെ അവസാനകാല ശുശ്രൂഷയുടെ ഭാഗമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ രക്ഷ പ്രാപിച്ച് ക്രിസ്തുവെ അനുഗമിച്ചനുസരിച്ച് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങളെ ഏവരെയും ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളിവിടുന്ന് തിരികെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിലൊന്നൊരു ട്രാക്റ്റാണ്. ഞങ്ങൾ ഇവിടെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് കടന്നു പോയാലും നിങ്ങളുടെ കയ്യിലുള്ള ട്രാക്റ്റിലൂടെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇവിടെ എറണാകുളം പൂക്കാട്ടുപടിക്കടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വചന ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു നോട്ടീസാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന 6 ദിവസം താമസിച്ചുള്ള ആ വചന ധ്യാനത്തിലേക്ക് നിങ്ങളെ അവരെ ക്ഷണിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽ ആ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ കടന്നു വരണമെങ്കിൽ രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളിപ്പോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കടന്നു പോകുകയാണ്. ഇവിടെ ഓർക്കുക, സൃഷ്ടാവോട് കൂടെയുള്ള ജീവിതമാണ് സുവിശേഷം, നല്ല വിശേഷം. നിന്റെ ഉടമസ്ഥനോടുകൂടെ, നിന്റെ അപ്പനോടുകൂടെ, നിന്റെ ഡാഡിയോടുകൂടെയുള്ള ജീവിതമാണ്
രാജ്യത്തെ സുവിശേഷം. അതിലേക്കുള്ള ഏക വഴിയാണ് ദൈവത്തിനായ ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഈ മാമല കവലയിലുള്ള ജനത്തെ, സ്വന്തം കാഴ്ചപരിധിയിലുള്ള ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനിച്ച് മരിച്ച് കടന്നു പോകുന്ന ഒരു മാനവ പക്ഷിയായി ഞങ്ങളിവിടെ ഇതാ ഒരല്പകാലം ഈ ഭൂമിയിൽ സ്പർശിച്ച് കടന്നു പോകുകയാണ്. ഞങ്ങളെ കുറിച്ചുള്ള കഥ എന്തെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. എന്നാൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഈ ജനത്തോട് ഇത് അറിയിച്ചിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ അങ്ങിൽ എത്തിച്ചേരുവാൻ ഈ ജനത്തെ സഹായിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ, മാതാപിതാക്കന്മാരെ, മക്കളെ, ഇവരുടെ ബിസിനസ്സുകളെ, ഇവരുടേതായ എല്ലാ ജോലികളെയും ഇവർക്കുള്ളതിനെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹീതരാകട്ടെ. അങ്ങിൽ ഈ മക്കൾ എത്തിച്ചേരുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കളെയും ഈ ദേശത്തെയും ദേശവാസികളെയും അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹീതരായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.